പിന്നെ ജി സുധാകരനെ പോലുള്ള ഒരാള് ആലപ്പുഴയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവാണെന്ന് എനിക്കറിയാം. പാർട്ടിക്ക് അതീതമായിട്ടും പാർട്ടിക്കകത്തും നല്ല ജനപിന്തുണയുള്ള നേതാവാണെന്ന് അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് അവരുടെ പാർട്ടിയാണ്. അവരുടെ പാർട്ടി ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് അവരാ വിശദീകരിക്കേണ്ടത്. മനഃപൂർവ്വമായി ജി സുധാകരനെതിരെ പാർട്ടിക്ക് ഗൂഢാലോചന ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പാർട്ടിയുടെ വിഷയമാണെങ്കിൽ കൂടി അല്ല, ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന കുറെ സങ്കടങ്ങൾ, പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അത് സുധാകരൻ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളിലുള്ള ഒക്കെയുള്ള വികാരത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് വേദനയും പ്രയാസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇതൊക്കെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ കയറി അങ്ങോട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. സാങ്കല്പിക ചോദ്യം ചോദിക്കുന്നത് അത്തരം അസംതൃപ്തരെ കോൺഗ്രസ് വിസ്മയം എന്ന പേരിൽ കോൺഗ്രസിലേക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സാങ്കല്പിക ചോദ്യങ്ങൾ വരുന്നത്. അല്ല, അങ്ങനെ അവർ വന്നപ്പോഴല്ലേ എടുത്തിട്ടുണ്ടാവില്ല. ഐഷാപ്പറ്റിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഐഷാപ്പറ്റി വന്നപ്പോഴല്ലേ എടുത്തത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, CPM-ന്റെ നിലപാടിനെതിരായിട്ട് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വികാരം ഉണ്ടല്ലോ. കേരളത്തിലെ CPM-ന്റെ ഭരണം എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, പാർട്ടി പ്രവർത്തകന്റെ വികാരം പാലിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഇത് ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അത് ശരിയാവുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭവ സമ്പത്തും ത്യാഗപൂർണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നേതാക്കന്മാരുടെ പോലും അനുഭവം അതാണെന്നുള്ള തെളിവാണ് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇത് പഴയ CPM അല്ല. ആ CPM-ന്റെ ശൈലി ആകെ മാറി. ആ മാറിയെന്ന് തെളിവാണ് എല്ലായിടത്തും കാണുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ. ഇതാണ് സത്യം. അല്ല, ഞാനും വായിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും. ഇന്ന് മാധ്യമങ്ങളിലെല്ലാം അത് വന്നിട്ടുണ്ടല്ലോ. ജി സുധാകരൻ തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് അവരുടെ ഇപ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ സുധാകരന്റെ കാര്യം സുധാകരനാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം തീരുമാനിക്കുമ്പോഴാണ് അദ്ദേഹം എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴാണ് ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ട അവസരം വന്നാൽ അവസരം പറയേണ്ടത്. ഇപ്പൊ അത് വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് UDF-നെ സമീപിച്ചാൽ UDF എങ്ങനെ കാണും? അതൊക്കെ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും? സാങ്കല്പികമാണല്ലോ. ആ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സുധാകരനും പാർട്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര കാര്യം. നോക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെന്നുള്ളത്. ആണെങ്കിൽ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. ആണ് എന്നുള്ള കാര്യം വരട്ടെ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. ജി സുധാകരൻ വളരെ പക്വതയുള്ള, മെച്യൂറായിട്ടുള്ള, ഒരുപാട് അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാവാണ്. തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം, ഏതെടുക്കണം എന്നും അദ്ദേഹത്തിന് ആരും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ, ഇപ്പൊ ആലപ്പുഴ ജില്ലയുടെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം, ഏത് പാർട്ടി എടുത്ത് നോക്കിയാലും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഞാൻ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം രാഷ്ട്രീയമായ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിലൂടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതികരണം എന്താണ്, ഞങ്ങളുടെ മുന്നോട്ട് പ്രതികരണം എന്താണെന്ന് ആ സമയത്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിപ്പോ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒന്നും അത് അവരുടെ പാർട്ടി സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. പിന്നെ ജി സുധാകരനെ പോലുള്ള ഒരാള് ആലപ്പുഴയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവാണെന്ന് എനിക്കറിയാം. പാർട്ടിക്ക് അതീതമായിട്ടും പാർട്ടിക്കകത്തും നല്ല ജനപിന്തുണയുള്ള നേതാവാണെന്ന് അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് അവരുടെ പാർട്ടിയാണ്. അവരുടെ പാർട്ടി ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് അവരാ വിശദീകരിക്കേണ്ടത്. മനഃപൂർവ്വമായി ജി സുധാകരനെതിരെ പാർട്ടിക്ക് ഗൂഢാലോചന ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പാർട്ടിയുടെ വിഷയമാണെങ്കിൽ കൂടി അല്ല, ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന കുറെ സങ്കടങ്ങൾ, പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അത് സുധാകരൻ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളിലുള്ള ഒക്കെയുള്ള വികാരത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് വേദനയും പ്രയാസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇതൊക്കെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ കയറി അങ്ങോട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. സാങ്കല്പിക ചോദ്യം ചോദിക്കുന്നത് അത്തരം അസംതൃപ്തരെ കോൺഗ്രസ് വിസ്മയം എന്ന പേരിൽ കോൺഗ്രസിലേക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സാങ്കല്പിക ചോദ്യങ്ങൾ വരുന്നത്. അല്ല, അങ്ങനെ അവർ വന്നപ്പോഴല്ലേ എടുത്തിട്ടുണ്ടാവില്ല. ഐഷാപ്പറ്റിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഐഷാപ്പറ്റി വന്നപ്പോഴല്ലേ എടുത്തത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, CPM-ന്റെ നിലപാടിനെതിരായിട്ട് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വികാരം ഉണ്ടല്ലോ. കേരളത്തിലെ CPM-ന്റെ ഭരണം എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, പാർട്ടി പ്രവർത്തകന്റെ വികാരം പാലിക്കുന്നതിന് വേണ്ടിയിട്ടല്ല.
ഇത് ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അത് ശരിയാവുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭവ സമ്പത്തും ത്യാഗപൂർണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നേതാക്കന്മാരുടെ പോലും അനുഭവം അതാണെന്നുള്ള തെളിവാണ് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഇത് പഴയ CPM അല്ല. ആ CPMന്റെ ശൈലി ആകെ മാറി. ആ മാറിയെന്ന് തെളിവാണ് എല്ലായിടത്തും കാണുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ. ഇതാണ് സത്യം.